ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ആനുവൽ എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ 6ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ക്ലാസ് 6 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ നിന്ന് ഒരുപാട് വീഡിയോസ് കാണാം. അടിസ്ഥാന പാഠാവലിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിൻ്റെയും 6ാം ക്ലാസ്സിലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. അറിയാമല്ലോ, അടിസ്ഥാന പാഠാവലി 2 മണിക്കൂറാണ് സമയം. അതേപോലെ ആകെ പോയിൻ്റ് 25ആണ്. ഓരോ ചോദ്യത്തിനും പോയിൻ്റാണ് ഉണ്ടാവുക, അതായത് ഗ്രേഡ്. മൊത്തം 6 പ്രവർത്തനങ്ങളാണ് ഉണ്ടാവുക. അതിൽ 5 പ്രവർത്തനങ്ങൾ നമ്മൾ എഴുതണം. 1ാമത്തെ പ്രവർത്തനം നിർബന്ധമാണ്. അത് ഹിന്ദിയിലായാലും ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും 1ാമത്തെ പ്രവർത്തനം നിർബന്ധമാണ്. എന്തായാലും എഴുതണം. ബാക്കിയുള്ള 5 പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് അറിയാവുന്ന 4 പ്രവർത്തനങ്ങൾ എഴുതിയാൽ മതി. ആദ്യത്തെ പ്രവർത്തനം വളരെ എളുപ്പമാണ്. നിങ്ങൾ നല്ലവണ്ണം വായിച്ചു നോക്കുക. പ്രവർത്തനം 1 വായിക്കാം, എഴുതാം. താഴെ കൊടുത്തിരിക്കുന്ന കഥ വായിച്ചു നോക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. വല്ലാത്ത ക്ഷീണം, തളർന്നു കുഴഞ്ഞു പോകുന്നത് പോലെ തോന്നി വെയിലിനും. ഇത്തിരി വിശ്രമിക്കണം. വെയിൽ മരച്ചില്ലകൾക്കിടയിലൂടെ നൂണ്ടു കടന്നു. നല്ല തണുപ്പ്, നല്ല സുഖം. ഇലകൾക്കിടയിലൂടെ മുഖം പൂത്തി കിടന്നപ്പോഴേക്കും വെയിലിൻ്റെ കണ്ണുകൾ അടഞ്ഞടഞ്ഞു വന്നു. വെയിലിൻ്റെ ചുരുണ്ടുകൂടിയുള്ള കിടപ്പ് കണ്ട് കാറ്റിന് പാവം തോന്നി. അത് വിശറിയെടുത്ത് പതുക്കെ വീശാൻ തുടങ്ങി. ഇലകൾക്കുള്ളിൽ നിന്നും നേരിയ കൂർക്കം വലി ഉയർന്നു. ഹായ്, വെയിലിൻ്റെ മണം. മരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയായിരുന്ന അണ്ണാൻ മണം പിടിച്ചു. ഹായ്, വെയിൽ മണം. ഇലക്കൂട് പണിയുന്ന തിരക്കിനിടയിലും ഉറുമ്പുകൾ മൂക്കു വിടർത്തി. മരക്കൊമ്പിലിരുന്ന് ചിറക് കോതി മിനുക്കുന്ന കിളികൾ തല ഉയർത്തി നോക്കി. പിന്നെ ആകെ ഒരു ബഹളം. ഉറുമ്പുകളും കിളികളും അണ്ണാനും വെയിലിൻ്റെ കിടപ്പ് കാണാൻ പാഞ്ഞു. പൂക്കൾ തേടി നടക്കുകയായിരുന്ന ഒരു പൂമ്പാറ്റയും ബഹളം കേട്ട് എത്തി നോക്കി. പിന്നെ കണ്ണുകൾ ഒന്നുകൂടി മിടിച്ച് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂടി. ഇതിനിടയിൽ വെയിൽ ഒന്ന് തിരിഞ്ഞു കിടന്നു. ഒരു മുഴുത്ത മാമ്പഴത്തിന് മുകളിലേക്ക് കാല് കയറ്റി വെച്ച് ഉറക്കം തുടർന്നു. അപ്പോൾ ഒരു വെയിലിൻ്റെ ഉറക്കത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത് അല്ലേ. ഇയൻ ഷീജ, വെയിലിനുമുണ്ട് നിറമുള്ള ചിറകുകൾ. ഓക്കെ, ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ചുരുണ്ടു കൂടിയുള്ള വെയിലിൻ്റെ കിടപ്പ് കണ്ട് കാറ്റ് എന്തു ചെയ്തു? ചിറക് കോതി മിനുക്കി പൂക്കൾ തേടി നടന്നു. വിശറിയെടുത്ത് വീശാൻ തുടങ്ങി. അപ്പോൾ കാറ്റ് ചെയ്ത പ്രവൃത്തി നമ്മൾ എവിടെ കണ്ടു? ഇതാ, കാറ്റിന് പാവം തോന്നി. അത് വിശറിയെടുത്ത് പതുക്കെ വീശാൻ തുടങ്ങി. അപ്പം നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ തന്നെയുണ്ടല്ലോ. ഓക്കെ, വിശറിയെടുത്ത് വീശാൻ തുടങ്ങി. ആദ്യത്തെ പ്രവർത്തനത്തിൻ്റെ ഒരൊറ്റ മാർക്ക് പോലും ആരും നഷ്ടപ്പെടുത്തരുത്. നല്ലവണ്ണം 5 ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ നമുക്ക് A ഗ്രേഡാണ് കിട്ടുക. ഈ ഒരു പ്രവർത്തനത്തിന് 5 മാർക്ക്. നിങ്ങൾ 5 ചോദ്യത്തിന് ശരിയായ ഉത്തരം എഴുതിയാൽ നിങ്ങൾക്ക് A ഗ്രേഡാണ് കിട്ടുക. അതിൽ 4 എണ്ണമാണ് നിങ്ങൾ എഴുതിയെങ്കിൽ B. ഇനി നമുക്ക് 2ാമത്തെ ചോദ്യം നോക്കാം. ഇലകൾക്കിടയിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നത് ആര്? അണ്ണാൻ, കാറ്റ്, വെയിൽ. അണ്ണാൻ, കാറ്റ്, വെയിൽ. അപ്പോൾ മുഖം പൂഴ്ത്തി കിടന്നത് ആരാണ്? മുഖം പൂഴ്ത്തി കിടന്നത് നമുക്കിവിടെ നോക്കാം. ഇലകൾക്കിടയിലേക്ക് വെയിൽ മരച്ചില്ലകൾക്കിടയിലേക്ക് നൂണ്ടു കിടന്നു. നല്ല തണുപ്പ്. അപ്പോൾ ആരാണ് പൂന്നു കിടന്നത്? വെയിലാണ്. വെയിൽ എന്ന് ഉത്തരം എഴുതാം. ഇലകൾക്കിടയിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നത് വെയിലാണ്. 3ാമത്തെ ചോദ്യം നോക്കാം. ഉറക്കത്തിനിടയിൽ വെയിൽ കാലു കയറ്റി വെച്ചതെവിടെ? മരച്ചില്ലയിൽ, മാമ്പഴത്തിൽ, ഇലക്കൂട്ടിൽ. നമ്മൾ ലാസ്റ്റ് വായിച്ചല്ലേ. ഒരു മുഴുത്ത മാമ്പഴത്തിന് മുകളിലേക്ക് കാല് കയറ്റി വെച്ച് ഉറക്കം തുടർന്നു. അപ്പോൾ എങ്ങോട്ടാണ് കാല് കയറ്റി വെച്ചത്? യെസ്, മാമ്പഴത്തിന്മേൽ. ഇനി അടുത്ത് നോക്കാം. ഈ കഥയിലൂടെ കാറ്റ്, വെയിൽ എന്നിവ നമുക്ക് തരുന്ന സന്ദേശം എന്താണ്?
തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കണം, മറ്റുള്ളവരെ തളർത്തണം, പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും. ഇനി അഞ്ചാമത്തെ ചോദ്യം, എന്തുപയോഗിച്ചാണ് ഉറുമ്പുകൾ കൂടുണ്ടാക്കുന്നത്? മരച്ചില്ലകൾ, പൂക്കൾ, ഇലകൾ. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? ഉറുമ്പുകൾ കൂടുണ്ടാക്കുന്നത് ഇലകൾ ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ 5 ചോദ്യത്തിനും നിങ്ങൾ ശരിയായി 5 എണ്ണത്തിനും ശരിയായ ഉത്തരം എഴുതിയാൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. 1 തെറ്റിച്ചാൽ 4 മാർക്കാണ് കിട്ടുക, ബി ഗ്രേഡ് ആയിരിക്കും. 5 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എ ഗ്രേഡാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രവർത്തനം 2, വാക്മയ ചിത്രം തയ്യാറാക്കുക. അരയിൽ വീതിയുള്ള കരയോട് കൂടിയ കസവുമുണ്ട്, അതിനു മുകളിൽ മുറുകി കെട്ടിയ 2ആം മുണ്ട്, നെറ്റിലെ വിയർപ്പിൽ നനഞ്ഞു കുതിർന്ന ചന്ദനക്കുറി, കഴുത്തിൽ തിളങ്ങുന്ന മാലയിൽ തടിച്ച ലോക്കറ്റ് ആടിക്കളിക്കുന്നു. നിവർന്നും കുനിഞ്ഞും നോട്ടം കൊണ്ടും ആംഗ്യം കൊണ്ടും കൂട്ടുകാരെ പ്രോത്സാഹിപ്പിച്ച് ഇരു കൈകളിലുമുള്ള കോലുകളാൽ ചെണ്ടപ്പുറത്ത് മേളപ്പെരുപ്പം തീർത്ത് അയാൾ കാണികളെ ആവേശം കൊള്ളിക്കുന്നു. ഒരു ചെണ്ടക്കാരൻ്റെ വാക്മയ ചിത്രമാണ് നിങ്ങൾ വായിച്ചത്. നിങ്ങൾക്കിഷ്ടമുള്ള കായിക താരത്തിൻ്റെയോ കലാകാരൻ്റെയോ വാക്മയ ചിത്രം തയ്യാറാക്കുക. അപ്പോൾ വാക്മയ ചിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമുക്ക് ഈ ഒരു വിവരണം വായിച്ചപ്പോൾ ചെണ്ടക്കാരൻ്റെ രൂപം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അതേപോലെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ദൃശ്യത്തിൻ്റെ രൂപഭാവങ്ങളും സവിശേഷതകളും വായനക്കാരന് ചിത്രത്തിൽ കാണുന്നത് പോലെ ആസ്വദിക്കാൻ കഴിയും വിധം വാക്കുകൾ കൊണ്ട് അവതരിപ്പിക്കുന്നതാണ് വാക്മയ ചിത്രം. അപ്പോൾ വാക്മയ ചിത്രത്തിൽ നമ്മൾ അവരുടെ രൂപസവിശേഷ ഭാവങ്ങൾ, അവർക്ക് പ്രത്യേകമായിട്ടുള്ള അവരുടെ ഓരോ ചലനങ്ങളും നമുക്ക് ആസ്വദിക്കാൻ വിധത്തിൽ വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെ തോന്നണം. ആ രീതിയിലായിരിക്കണം നമ്മുടെ വാക്മയ ചിത്രം. ഇനി അടുത്ത ചോദ്യം നോക്കാം. അവശേഷിച്ച വിരലുകളിൽ ജീവിതം ഒതുക്കി ഗ്രാമം മുന്നോട്ട് പോയി. നോവലിസ്റ്റ് ഈ വാക്യം കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ജോലി ഒന്നും ചെയ്യേണ്ട, മറ്റു പണികൾ ചെയ്തു ജീവിച്ചു, വിരലുകളില്ലാതെയും ജോലി ചെയ്യാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മറ്റു പണികൾ ചെയ്തു ജീവിച്ചു. അതായത് അവശേഷിച്ച വിരലുകളിൽ ജീവിതം ഒതുക്കി ഗ്രാമം മുന്നോട്ട് പോയി എന്നതിൻ്റെ അർത്ഥം എന്താണ്? മറ്റു പണികൾ ചെയ്തു ജീവിച്ചു. അപ്പോൾ നമ്മൾ വാക്മയ ചിത്രം പറഞ്ഞു. നമുക്ക് പരിചയമുള്ള 2 വാക്മയ ചിത്രങ്ങൾ പരിചയപ്പെടാം. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ മാതൃക മനസ്സിലാക്കാൻ മാത്രമാണ്. അപ്പോൾ നമ്മൾ വായിക്കുന്നത് ഗാന്ധിജിയുടെ വാക്മയ ചിത്രമാണ്. ഗാന്ധിജി ദണ്ഡി യാത്രയ്ക്കൊരുങ്ങി. വലതു കൈയിൽ സന്തത സഹചാരിയായ മുളവടി ഉണ്ടായിരുന്നു. ഒറ്റമുണ്ടാണ് ഉടുവസ്ത്രമായി ഉണ്ടായിരുന്നത്. ചുണ്ടിൽ നനുത്ത പുഞ്ചിരി ഉണ്ടായിരുന്നു. കണ്ണുകളിൽ ദൃഢനിശ്ചയം ജ്വലിച്ചു നിന്നു. ഇങ്ങനെയാണ് ഗാന്ധിജിയുടെ യാത്രക്കുള്ള ഒരുക്കം. അപ്പോൾ നമുക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലായി ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതോ ദണ്ഡി യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ആ ഒരുക്കങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, നമ്മുടെ ഭാവനയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു വാക്മയ ചിത്രം പരിചയപ്പെടാം. ചാച്ചാജി വെളുത്ത വസ്ത്രം ധരിച്ച്, തലയിൽ തൊപ്പി ധരിച്ച്, പോക്കറ്റിൽ ഒരു റോസാപ്പൂവുമായി, എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി സൗമ്യമായി പെരുമാറുന്ന ജവഹർലാൽ നെഹ്റു. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ സ്വന്തം ചാച്ചാജി. ഇവിടെ നമുക്കെല്ലാം അറിയാം ചാച്ചാജിയുടെ ഒരു പ്രത്യേകത എന്താണ്? തലയിൽ തൊപ്പി ഉണ്ടാവും, പോക്കറ്റിൽ ഒരു റോസാപ്പൂവും ഉണ്ടാവും. അതേപോലെ ഗാന്ധിജിയുടെ പ്രത്യേകത നമുക്ക് ഒറ്റമുണ്ടാണ് അല്ലെ, ഒരു മുളവടിയും ഉണ്ടാവും കൂട്ടിനും. അങ്ങനെ എന്തൊക്കെയാണോ പ്രത്യേകതകൾ അത് നമ്മൾ അതിൽ ഉൾക്കൊള്ളിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലേ. ഇനി നമുക്ക് പ്രവർത്തനം 3 വിശകലനക്കുറിപ്പ് തയ്യാറാക്കാം. കൂട്ടിലടച്ച ഒരു പക്ഷിയുടെ സങ്കടം നോക്കൂ. വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ, ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ. ബാലാമണി അമ്മയുടെ വിട്ടയക്കുക എന്ന കവിതയാണ്. കവിതാഭാഗം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, വിട്ടയക്കുക എന്താണ് ഇതിൽ പറയുന്നത്? കൂട്ടിലടച്ചയുടെ ഒരു പക്ഷിയുടെ സങ്കടമാണ്. അതായത് എന്നെ വിട്ടയക്കൂ, കൂട്ടിൽ നിന്ന് എന്നെ വിട്ടയക്കൂ.
ഞാൻ ഒട്ടു വാനിൽ പറന്നു നടക്കട്ടെ. വാനിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? വാനിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം. ഞാൻ ആകാശത്ത് പാറി പറന്ന് നടക്കട്ടെ എന്ന് പക്ഷി പറയുകയാണ്. പക്ഷിയുടെ സങ്കടമാണ് അവിടെ. അപ്പോൾ ഈ ഭാഗം വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. അത് നമുക്ക് നോക്കാം. ഇനി ബി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഒലി എന്ന വാക്കിൻ്റെ സമാന പദം ഏത്? ചെളി, ശബ്ദം, മഴ. അപ്പോൾ ഒലി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒലി എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ശബ്ദം. എന്താണ്? ശബ്ദം. ഒലി എന്ന വാക്കിൻ്റെ അർത്ഥം ശബ്ദം. ഇനി നമുക്ക് വിശകലനക്കുറിപ്പ്, ഈ ഒരു കവിതയുടെ വിശകലനക്കുറിപ്പ് നമുക്ക് നോക്കാം. കൂട്ടിലകപ്പെട്ട ഒരു കിളിയുടെ ആത്മരോദനമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. കൂട്ടിലകപ്പെട്ട പക്ഷി സ്വാതന്ത്ര്യത്തിൻ്റെ മാധുര്യം നുണയാൻ ആഗ്രഹിക്കുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ പുതുലോകം ആവോളം ആസ്വദിച്ചുകൊണ്ട് ആകാശത്ത് ആർത്തുല്ലസിക്കാൻ ആ പക്ഷി ആഗ്രഹിക്കുകയാണ്. ബാലലീല എന്ന കവിതയിൽ ശൈശവം കഴിഞ്ഞ് ബാല്യത്തിലേക്ക് കടക്കുന്ന കുട്ടികളെയാണ് വിവരിക്കുന്നത്. കൂട്ടുകാരോടൊത്ത് ഒച്ച വെച്ച് ഓടിച്ചാടി കളിക്കുന്ന കാലമാണ് ബാല്യം. അവരാകട്ടെ മഴയിൽ കുളിച്ചും കാറ്റിനൊപ്പം ആർത്തുപിടിച്ചും കളിച്ചു രസിക്കുന്നു. മുതിർന്നവരുടെ വാക്കുകൾ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള കുട്ടികളുടെ സ്വതന്ത്രമായ ലോകത്തെയാണ് ബാലാമണിയമ്മയുടെ ബാലലീല എന്ന കവിതയിൽ നാം കാണുന്നത്. ഇവിടെ നാം കാണുന്നത് എന്താണ്? അവിടെ കുട്ടികൾ സ്വാതന്ത്ര്യത്തിൻ്റെ മാധുര്യം നുണയുകയാണ്. ഇവിടെ കൂട്ടിലകപ്പെട്ട പക്ഷി ആ കാരാഗൃഹത്തിലാണ്, അത് തടങ്കലിലാണ്. അപ്പോൾ അതിന് പറന്നുയരാൻ, അത് വാനത്തിൽ ആകാശത്ത് പറന്ന് ഉയരാൻ അത് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ രണ്ടും വ്യത്യാസമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 4. എ ക്വസ്റ്റ്യൻ എന്താണ്? അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കാനാണ്. സമാധാനമായി വിശ്രമിക്കൂ, ഇനിയെങ്കിലും തെറ്റ് ആവർത്തിക്കാതിരിക്കട്ടെ. ഹിരോഷിമ നഗരത്തിൽ യുദ്ധത്തിൽ മരിച്ചവരുടെ സ്മാരകത്തിൻ്റെ കവാടത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: യുദ്ധവും അക്രമവും ഒക്കെ മനുഷ്യ സമാധാനത്തിനും നന്മയ്ക്കും ഭീഷണിയാണ്. നിങ്ങളുടെ അഭിപ്രായ കുറിപ്പ് എഴുതാനാണ്. അത് നമുക്ക് നോക്കാം. ഇനി ബി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ബാലലീലയിലെ ലീല എന്തിനെ സൂചിപ്പിക്കുന്നു? ബാലലീലയിലെ ലീല എന്ന് പറഞ്ഞാൽ എന്താണ്? ലീല എന്ന് പറഞ്ഞാൽ കളിയാണ്. പേര്, കുട്ടി അതൊന്നുമല്ല. അർത്ഥം എന്താണ്? കളി. ലീല എന്ന് പറഞ്ഞാൽ കളി. നമുക്ക് അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. അതായത് യുദ്ധത്തിൻ്റെ ഭീകരതയും കെടുതികളും നമ്മൾ വിശകലനം ചെയ്യണം. ഇപ്പോൾ ഇസ്രായേലും പലസ്തീനും തമ്മിൽ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ്? മാനവ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരവും ഭയാനകവുമായ നരഹത്യ സൃഷ്ടിച്ചുകൊണ്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും ആദ്യത്തെ അണുബോംബുകൾ അമേരിക്ക വർഷതാണ് രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ഏറ്റവും ക്രൂര ചിത്രം. അതിനുശേഷവും രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങളുണ്ടായി. ഓരോ യുദ്ധാനന്തരവും മഹാനഷ്ടങ്ങളും ഉണ്ടായി. ഇപ്പോഴും പല രാഷ്ട്രങ്ങളിലും സംഘർഷത്തിൻ്റെ വെടിയൊച്ചകൾ മുഴങ്ങുന്നുണ്ട്. അത് ലോകത്തിൻ്റെ സ്വാസ്ഥ്യം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്വസ്ഥത കെടുത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. പക്ഷം ചേരലിനപ്പുറത്ത് ശാന്തിയിലേക്കുള്ള വാതിലുകൾ ഹൃദയപൂർവ്വം തുറന്നു വയ്ക്കാൻ പുതിയ കാലം ഉറപ്പിച്ചു പറയുന്നത് ലോക രാഷ്ട്രങ്ങൾ കേൾക്കാതിരുന്നുകൂടാ. ചോര കൊണ്ടല്ല, സഹവർത്തിത്വവും മാനുഷികതയും കൊണ്ടാവണം പുതിയ ലോകത്തിൻ്റെ നിർമ്മിതി. ചരിത്രങ്ങളിലേക്ക് ദുഃഖങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഈ ചോരക്കളി നിർത്തണം. ആയുധങ്ങളോ സ്ഫോടക വസ്തുക്കളോ അല്ല, പരസ്പര സ്നേഹവും സഹകരണവുമാണ് ലോക സമാധാനത്തിന് ആവശ്യം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 5. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. കവിത വായിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ആകാശസീമകൾക്കപ്പുറത്തപ്പുറത്താരുമറിയാത്ത ലോകമുണ്ടാവുമോ? ആ പ്രപഞ്ചത്തിൽ മനുഷ്യരുണ്ടാവുമോ? ആ നീലവാനം നിലാവു പെയ്തിടുമോ? ആ പ്രപഞ്ചത്തിലും മാമരച്ചാർത്തുകൾ ഓമനിച്ചെത്തുമോ മധ്യാഹ്ന മാരുതൻ? കൊച്ചുപൂവിൻ്റെ മുഖം തുടപ്പിക്കുവാൻ കുങ്കുമച്ചെപ്പ് തുറക്കുമോ സന്ധ്യകൾ? രാത്രിയിൽ വാനിൻ്റെ എത്താത്ത കൊമ്പത്ത് പൂത്തൊരിഞ്ഞിടുമോ നക്ഷത്രമുല്ലകൾ? സുപ്രഭാതം വിളിച്ചോതുന്ന പക്ഷിതൻ പാട്ടു കിലുങ്ങുമോ പാതയോരങ്ങളിൽ? അറിയാത്ത ലോകം. പി. മധുസൂദനൻ. ഇവിടെ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ
നമ്മളിങ്ങനെ ഒരു ആസ്വാദനക്കുറിപ്പൊക്കെ തയ്യാറാക്കാൻ വന്നാൽ നമ്മൾ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളിതൊക്കെ ഒന്ന് പിരിച്ച് വായിച്ച് നോക്കുക. അതായത് ആകാശസീമകൾക്ക് അപ്പുറത്ത് ആരും അറിയാത്ത ലോകമുണ്ടാവുമോ? അപ്പോൾ കവിയുടെ ചില സംശയങ്ങളാണ്. എല്ലാം ഉണ്ടാവുമോ, മനുഷ്യരുണ്ടാവുമോ, നിലാവ് പെയ്തിടുമോ, എല്ലാം സംശയങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ സംശയം എന്താണ്? ആകാശസീമകൾക്കപ്പുറത്ത്, അതായത് ആകാശത്തിന് അപ്പുറത്ത് ആരും അറിയാത്ത ഒരു ലോകമുണ്ടാവുമോ എന്ന് കവി സംശയിക്കുന്നു. ആ പ്രപഞ്ചത്തിൽ മനുഷ്യരുണ്ടാകുമോ? അങ്ങനെയോ ഒരു ലോകത്തിൽ, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ലോകം, അങ്ങനെയോ ഒരു ലോകത്തിൽ മനുഷ്യരുണ്ടാകുമോ? ആ നീലവാനം നിലാവ് പെയ്തിടുമോ? ആ നീല ആകാശത്തിൽ നിലാവ് ഉണ്ടാകുമോ? ഇതൊക്കെ ഒരു സംശയങ്ങളാണ്. ആ പ്രപഞ്ചത്തിലും മാമര ചാർത്തുകൾ ഓമനിച്ചെത്തുമോ മധ്യാഹ്ന മാരുതൻ? അവിടെയും മാമര ചാർത്തുകൾ, മാമരം എന്ന് പറഞ്ഞാൽ മരം ചാർത്തുകളിൽ ഓമനിച്ചെത്തുമോ മധ്യാഹ്ന മാരുതൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റ്. അപ്പോൾ അവിടെയും മരങ്ങളെ ചാർത്തുവാൻ കാറ്റ് വരുമോ? കൊച്ചു പൂവിൻ്റെ മുഖം തുടുപ്പിക്കാൻ കുങ്കുമച്ചെപ്പ് തുറക്കുമോ സന്ധ്യകൾ എന്തിനാണ് കുങ്കുമച്ചെപ്പ് തുറക്കുന്നത്? കൊച്ചു പൂവിൻ്റെ മുഖം തുടുപ്പിക്കാൻ. രാത്രിയിൽ മാനിൻ്റെ എത്താത്ത കൊമ്പത്ത് പൂത്തൊരുങ്ങിയിടുമോ നക്ഷത്ര മുല്ലകൾ? അപ്പോൾ രാത്രി ആകുമ്പോൾ ആകാശത്തിൻ്റെ എത്താത്ത കൊമ്പിൽ നക്ഷത്രമുല്ലകൾ ഒരുക്കിടുമോ? അങ്ങനെ കവിയുടെ ഓരോ ഭാവനയുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെ വിശകലനം ചെയ്ത് നിങ്ങളൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഇതേ ചോദ്യം തന്നെ വരണമെന്നില്ല, ഇനി വേറെ ചോദ്യമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് അല്ല, ഈ ഒരു കവിത ഇങ്ങനെ പിരിച്ച് നമ്മൾ പാഠഭാഗം വായിക്കുന്ന പോലെ വായിച്ച് നോക്കിയാൽ തീർച്ചയായും ഒരു 2 പ്രാവശ്യം വായിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാൻ കിട്ടും. ഇനി അടുത്തത് നമുക്ക് നോക്കാം. മേളങ്ങളും ഉത്സവങ്ങളും ആഘോഷമൊക്കെ മനുഷ്യരെ ഒരുമിപ്പിക്കുന്നതാണ്. ഈ പ്രസ്താവനയെ നിങ്ങളുടെ പ്രതികരണം തയ്യാറാക്കുക. ഇനി അടുത്തത്, ബാലലീല എന്ന കവിതയിൽ ഇലഞ്ഞിക്കായക്ക് മാമ്പഴത്തിൻ്റെ മാധുര്യം അനുഭവപ്പെടുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ത്? 4 ഓപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഇലഞ്ഞിക്കായക്ക് ചവർപ്പാണ്. കുട്ടികൾ സ്വാതന്ത്ര്യത്തോടെ അവ കഴിച്ചതുകൊണ്ട്, മധുരം ഏറെ ഇഷ്ടമായതുകൊണ്ട്. അപ്പോൾ കുട്ടികൾ സ്വാതന്ത്ര്യത്തോടെ അവ കഴിച്ചതുകൊണ്ട്. അപ്പോൾ നമ്മളിവിടെ 6 പ്രവർത്തനങ്ങൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ 5 പ്രവർത്തനങ്ങൾ എഴുതിയാൽ മതി. ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ നല്ലവണ്ണം വായിച്ചു നോക്കുക. പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും വരാം. 1-2 ചോദ്യങ്ങൾ പുറത്തു നിന്നുള്ള കവിത തന്നിട്ട് ആസ്വാദനക്കുറിപ്പ് എഴുതാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നല്ലവണ്ണം വായിച്ചു നോക്കുക, നല്ല ഭാഷ ഉപയോഗിക്കുക, അക്ഷരത്തെറ്റില്ലാതെ എഴുതുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓൾ ദ ബെസ്റ്റ്.